ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകത്തെക്കുറിച്ചുള്ള ഈ തിരുവചനത്തിലൂടെ അഭിഷേകം ലഭിക്കുമാറാകട്ടെ. കർത്താവ് ഈശോ മിശിഹ അന്ത്യത്താഴ വേളയിൽ അപ്പസ്തോലന്മാരോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചന പ്രഘോഷണത്തിലൂടെയും അഭിഷേകം ലഭിക്കുമാറാകട്ടെ. ഇന്ന് അഭിഷേകം എന്ന് പറഞ്ഞാൽ അറിയാത്തവർ വളരെ ചുരുക്കമാണ്. അഭിഷേകത്തെക്കുറിച്ചുള്ളതായ ആ അനുഭവ യാഥാർത്ഥ്യം സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്നത് വട്ടായച്ചൻ്റെ അഭിഷേകാഗ്നി എന്ന പരമ്പരയിലൂടെയാണ് എന്ന് ഞാൻ കരുതുന്നു. എന്താണ് ഈ അഭിഷേകം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്? തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം മുതൽ അഭിഷേകം എന്ന വാക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ കാണുന്നത് പൗരോഹിത്യ അഭിഷേകം നൽകുന്ന ആ ക്രമത്തെക്കുറിച്ചാണ്. മോശയോട് ദൈവം അഭിഷേക ക്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മോശയോട് ദൈവം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അഭിഷേക തൈലം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സാമുവേൽ പ്രവാചകന്റെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ സൗളിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തിരുവചനത്തിൽ അഭിഷേകം എന്ന് പറയുമ്പോൾ പുരോഹിതനായി അഭിഷേകം ചെയ്യുക, രാജാവായി അഭിഷേകം ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അഭിഷേകത്തിലൂടെ മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നത് പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. എല്ലാവരും വിശുദ്ധ ജനമായ എല്ലാ വിശ്വാസികളും അഭിഷിക്തരാണ്, പൗരോഹിത്യ അഭിഷേകം സ്വീകരിക്കുന്നവരാണ്, രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുവറ്റുന്നവരാണ്. അങ്ങനെ ഓരോ വ്യക്തിയും മാമോദിസായിലൂടെ പ്രത്യേകമായി അത് ആഴപ്പെടുന്നുണ്ട്. സ്ഥൈര്യലേപനത്തിലൂടെയും വിവാഹം എന്ന കൂദാശയിലൂടെയും പുരോഹിതരെ സംബന്ധിച്ച് പൗരോഹിത്യം എന്ന കൂദാശയിലൂടെയും എന്ന് പറയാനായിട്ട് സാധിക്കും. ഏതായാലും പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന്റെ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ എല്ലാവരും രാജകീയ പുരോഹിത ജനമായി അഭിഷിക്തരാകും. അപ്പോൾ അഭിഷേകം എന്ന വാക്കില് അങ്ങനെ അക്ഷരാർത്ഥത്തില് തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ മാമോദീസായിലൂടെയും മറ്റു കൂദാശകളിലൂടെയും ലഭിക്കുന്നതായ അഭിഷേകം കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ വളർത്തപ്പെടുകയാണ്, ജ്വലിപ്പിക്കപ്പെടുകയാണ്. ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത് വ്യാഖ്യാനിച്ചാൽ ഇങ്ങനെ പറയേണ്ടതായിട്ട് വരും: എല്ലാവരും കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ തിരുസഭയിലെ രാജകീയ പുരോഹിതരായി വീണ്ടും ജനിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. എങ്കിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങളെ വെറും വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്താതെ തിരുസഭയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പുരോഹിതരായി അഭിഷേകം ചെയ്യപ്പെടുന്നു. തിരുസഭയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന രാജാക്കന്മാരായി അഭിഷേകം ജ്വലിക്കപ്പെടുകയാണ്. എങ്കിൽ പ്രവാചക ധീരതയോടുകൂടി സഭയ്ക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷണം നടത്തുവാനുള്ളതായ പ്രത്യേകമായ ഒരു കയ്യൊപ്പ് ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ പറയാം ലഭിക്കുകയാണ് അഭിഷേകത്തിലൂടെ. ഈ ആശയത്തെ ഇത്രത്തോളം മാത്രം ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ സംഭവിക്കുന്നതായ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. കാരണം സാധാരണഗതിയിൽ അഭിഷേകം എന്ന വാക്ക് സുലഭമായിട്ട് കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ സഭയുടെ പുരോഹിതരായി, സഭയുടെ രാജാക്കന്മാരായി, സഭയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനുള്ളതായ അഭിഷേകം സ്വീകരിക്കുന്നുവെന്ന് പറയപ്പെട്ടതായി ഞാൻ അധികം കേട്ടിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എങ്കിൽ എന്താണ് ഈ അഭിഷേകം എന്നതിലൂടെ അർത്ഥമാക്കുന്നത്? സാധാരണക്കാരന്റെ ചിന്ത എനിക്ക് തോന്നുന്നത് ധ്യാനത്തിൽ പങ്കുകൊള്ളുന്നതിലൂടെ ഒരു 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 അനുഭവം ഉണ്ടാകും. അത് രോഗശാന്തിയുടെ അനുഭവമാകാം, സാമ്പത്തിക നേട്ടത്തിന്റെ അനുഭവമാകാം, വരദാനങ്ങൾ ലഭിക്കുന്ന അനുഭവമാകാം, ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്ന ഒരു അനുഭവമാകാം, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ.
അങ്ങനെ ഒരു ആത്മീയ ഉണർവ് ലഭിക്കുന്ന എല്ലാ അനുഭവത്തെയും അഭിഷേകം എന്ന് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അതിനെ നമ്മൾ ആധ്യാത്മിക ദൈവശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ആഴപ്പെടുത്തുകയാണെങ്കിൽ അതിന് വലിയ അർത്ഥമുണ്ട്. അതായത് ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനപരമായി നിൽക്കുന്ന കാര്യമാണ് മിസ്റ്റിസിസം എന്നുള്ളത്, അല്ലെങ്കിൽ അഭൗമിക ദൈവാനുഭവം എന്നുള്ളത്. അഭൗമിക ദൈവാനുഭവം എന്ന് പറയുന്നത്, മിസ്റ്റിസിസം എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രത്തിന്റെ ശൈലിയാണ്. ഈ മിസ്റ്റിസിസവും ഇല്ലെങ്കിൽ, ഈ അഭൗമിക ദർശനം ഇല്ലെങ്കിൽ രക്ഷാകര ചരിത്രം മുന്നോട്ട് പോവുകയില്ല. തിരുസഭയുടെയും അടിസ്ഥാനമാണ്. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ചാൽ, അബ്രാഹത്തെ ദൈവം വിളിച്ചു, അതെ, അതൊരു ദർശനമായിരുന്നു, മിസ്റ്റിസിസമായിരുന്നു. അബ്രാഹത്തോട് സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞു. ഇസഹാക്കിനെ ബലിയർപ്പിച്ചപ്പോൾ മാലാഖ വന്ന് തടഞ്ഞു, സന്ദേശം കൊടുത്തു, അതെ, അതൊരു അഭിഷേകമായിരുന്നു, അതൊരു ദർശനമായിരുന്നു. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു, സീനാമലയിലെ ദൈവം ഇസ്രായേൽ ജനത്തിന് പ്രത്യക്ഷപ്പെട്ടു, അതെ, അത് ദർശനമായിരുന്നു. പ്രവാചകരെ വിളിക്കുന്നു. അതുപോലെ ഈശോയുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ താബോർ മലയിലെ ഈശോയ്ക്കുണ്ടാകുന്ന രൂപാന്തരീകരണം, അത് വലിയൊരു ദർശനമായിരുന്നു. അപ്പോസ്തലന്മാർക്കും അതൊരു ദർശനമായിരുന്നു. ഈശോയുടെ ഗത്സമന അനുഭവം, പീഡാനുഭവത്തെ ദർശിച്ചപ്പോൾ രക്തം ഉയർത്തുപോയി. പീഡാനുഭവത്തെ ദർശിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം, താൻ ചിന്താൻ പോകുന്ന രക്തത്തെയും താൻ അനുഭവിക്കാൻ പോകുന്ന പീഡാനുഭവത്തെയും കൺമുമ്പിൽ ദർശിച്ചുകൊണ്ടാണ് ഈശോ ആ വാക്കുകൾ പറയുക. ഉത്ഥാനത്തിന് ശേഷം ഈശോ പല രീതിയിലും പ്രത്യക്ഷപ്പെട്ടു. അതില് സുദീർഘമായ പ്രത്യക്ഷപ്പെടലാണ് എമ്മാവൂസ് സംഭവം. പക്ഷെ അവർ ഈശോയെ തിരിച്ചറിഞ്ഞില്ല. അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ ഈശോയെ തിരിച്ചറിഞ്ഞു. അത് ഒരു അഭൗമിക ദർശനമായിരുന്നു. ഈശോയുടെ സ്വർഗാരോഹണം, പെന്തക്കോസ്ത, പരിശുദ്ധാരൂപി ശക്തമായിട്ട് തീനാക്കളുടെ രൂപത്തിൽ, കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ വന്നു. വലിയൊരു അഭൗമിക ദർശനമാണ്. ഇതിനി വിശുദ്ധരുടെ ജീവചരിത്രങ്ങളിലൂടെ തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് തന്നെ നമുക്ക് മണിക്കൂറുകൾ പറയാൻ സാധിക്കും. സാവോളിന് ദർശനമുണ്ടായി, സാവോൾ പൗലോസായിട്ട് മാറി. എത്രയോ വിശുദ്ധർക്ക് നമ്മുടെ സഭയിൽ തന്നെ ഉണ്ടായ എപ്രാസ്യമ്മയുടെയും മറിയന്ത്രേസ്യയുടെ ജീവിതത്തിലേക്ക് പ്രത്യേകം വരുമ്പോൾ അവർ ആഴമേറിയ മിസ്റ്റിക്കൽ അനുഭവമുള്ളവരായിരുന്നു. അപ്പോൾ ഈ ദർശനം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട്, സഭാ ചരിത്രത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് വിശുദ്ധരുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ അനിവാര്യമായ യാഥാർത്ഥ്യമാണ്. ഈ ബാഹ്യമായിട്ട് കാണുന്ന ദർശനങ്ങൾക്കൊപ്പം തന്നെ മറ്റൊരു സത്യം കൂടി മനസ്സിൽ വെക്കണം. അതായത് ബൗദ്ധികമായ ദർശനം, ബുദ്ധിപരമായ ദർശനം ബാഹ്യമായി കാണുന്നില്ലായിരിക്കും, കേൾക്കുന്നില്ലായിരിക്കും, പക്ഷെ ബുദ്ധിപരമായ ദർശനം. ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും മരിയ വൽദോർത്തയ്ക്ക് വളരെ സുദീർഘമായ ദർശനം നൽകി. മാതാവിന്റെ ജനനം മുതൽ മാതാവിന്റെ സ്വർഗാരോപണം വരെയുള്ള സംഭവങ്ങൾ ഒരു സിനിമയിലൂടെ കണ്ട് അത് മുഴുവനും എഴുതി വെച്ചു. ആ ഗ്രന്ഥം പലരും വായിക്കണം. ദൈവമനുഷ്യ സ്നേഹഗീത, അത് വലിയൊരു ദർശനമായിരുന്നു. അതിലപ്പുറം കടന്നുകൊണ്ട് തോമസ് അക്വീനാസിനെ പോലെയുള്ള ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ബാഹ്യമായ ദർശനം കിട്ടുന്നില്ല, പക്ഷേ ബുദ്ധിപരമായ ദർശനം കിട്ടുന്നു. അതെ, ബുദ്ധിപരമായ ദർശനം കാര്യകാരണ സഹിതം ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കുന്ന ആ ഒരു ദർശനം. അങ്ങനെ രണ്ട് രീതിയിലുള്ള ദർശനങ്ങളുണ്ട്. ഈ ദർശനങ്ങൾക്ക് ഇന്ന് കരിസ്മാറ്റിക് ഭാഷയിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന പദമാണ് അഭിഷേകം എന്നുള്ളത്. അപ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കുകൊള്ളുന്നതിലൂടെ എല്ലാവർക്കും അഭിഷേകം ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബാഹ്യമായിട്ടുള്ളതായ അനുഭവങ്ങളാകാം, ബാഹ്യമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ പോലും എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഈശോ മിശിഹ തിരുവചനങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധ കുർബാനയിൽ ദൈവത്തെ ദർശിക്കുവാൻ ഈശോയുടെ ജീവിതം ഗാഗുൽത്തായിൽ അവസാനിച്ചില്ല, മറിച്ച് ഉത്ഥിതനായ മിശിഹ ഇന്നും ജീവിക്കുന്നുവെന്ന് അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ ഈശോ അപ്രത്യക്ഷമായതുകൊണ്ട് ഈശോയെ ബാഹ്യമായ കണ്ണുകളിലൂടെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഭൗതികമായി അവർക്ക് ദർശിക്കാനായിട്ട് സാധിച്ചു തിരുവചനങ്ങളിലൂടെ. എന്നതുപോലെ
വചന പ്രഘോഷണങ്ങളിലൂടെ, കൺവെൻഷനുകളിലെ, ബൈബിൾ കൺവെൻഷനുകളിലെ വചന പ്രഘോഷണങ്ങളിലൂടെ ബാഹ്യമായ ദർശനങ്ങളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ തന്നെ അവിടെ ഒരു ബൗദ്ധികമായ തിരുവചനങ്ങളിൽ അടിസ്ഥാനമിട്ടുകൊണ്ടുള്ളതായ അറിവിന്റെ തലത്തിലുള്ളതായ ഒരു ദർശനം അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു, അത് അഭിഷേകത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ അഭിഷേകം എന്ന് പറയുന്ന ആ പദം തിരുവചനങ്ങളിലെ പൗരോഹിത്യവും രാജകീയ അധികാരവും നൽകുന്ന ഒരു ക്രമമായിരുന്നുവെങ്കിൽ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൂദാശകളിലൂടെ ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുകൊള്ളുന്ന, എല്ലാവരും പങ്കുകൊള്ളുന്ന ഒരു അഭിഷേക ക്രമമായിട്ട് മാറുകയാണ്. പക്ഷേ ആ പദം ഇന്ന് കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ, കൺവെൻഷനുകളിൽ സുലഭമായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന മിസ്റ്റിസിസം എന്ന പദത്തിന് പകരമുള്ള ഒരു പദമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട്, കൺവെൻഷനുകളിൽ പങ്കെടുത്തുകൊണ്ട്, കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെ, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ, പാവപ്പെട്ടവനിൽ ഈശോയെ ദർശിച്ചുകൊണ്ടുള്ളതായ ശുശ്രൂഷയിലൂടെ എല്ലാം അഭിഷേകം ലഭിക്കും. അഭിഷേകത്തിൽ വളരാൻ സാധിക്കും. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ അവിടെ പ്രത്യേകമായിട്ട് ഞാൻ പരിശുദ്ധ കുർബാനയുടെ കാര്യം എടുത്തു പറയും. പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നതിലൂടെ വലിയ അഭിഷേകം ലഭിക്കുന്നുണ്ട്. രക്ഷാകര സംഭവങ്ങളെ ബാഹ്യമായ കണ്ണുകളിലൂടെ ആന്തരികമായി ദർശിക്കുന്ന അഭിഷേകമുള്ളവരുണ്ട്. അതുമല്ല എങ്കിൽ കുർബാന പുസ്തകം എടുത്തുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ കുർബാനയാകുന്ന മഹാരഹസ്യങ്ങളിലേക്ക് ബുദ്ധിപരമായി, ബൗദ്ധികമായി ഇറങ്ങിച്ചെല്ലുന്നവരുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ നല്ലൊരു ഉദാഹരണം വിളക്കന്നൂർ അത്ഭുതമായിരിക്കും. ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ തെളിഞ്ഞു. അത് കാണുന്നതിലൂടെ, അല്ല അതിൽ കേൾക്കുന്നതിലൂടെ, അതിനെക്കുറിച്ചുള്ളതായ പ്രബോധനങ്ങൾ വീഡിയോയിലൂടെ ശ്രവിക്കുന്നതിലൂടെ ഇതാ അവിടെ അഭിഷേകം ഉണ്ടാകുന്നുണ്ട്. എന്താണ് അഭിഷേകം? പരിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ ബലിയർപ്പണം നടക്കുന്നുണ്ട്, ഈശോ മിശിഹായുടെ വ്യക്തിപരമായ സാന്നിധ്യമുണ്ട് എന്നുള്ളത്. അത് കാണുന്നതിലൂടെ ബുദ്ധിപരമായ ഒരു അഭിഷേകം അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെയാണ് മറ്റെല്ലാ തിരുവചന പ്രഘോഷങ്ങളേക്കാൾ കൂടുതലായി വലിയ അഭിഷേകം കിട്ടുന്നതെന്ന് നമുക്ക് അംഗീകരിക്കുവാനായിട്ട്, ബുദ്ധിപരമായിട്ട് അംഗീകരിക്കാനായിട്ട് സാധിക്കട്ടെ. അത് ബുദ്ധിപരമായിട്ട് അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ ഓർക്കുക, ഉത്ഥാന ദിവസം എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കിട്ടിയ ഏറ്റവും വലിയ അഭിഷേകം പരിശുദ്ധ കുർബാനയുടെ അഭിഷേകമായിരുന്നു. അവർ അതിനുശേഷം സഭയിലേക്ക്, ജെറുസലേമിലേക്ക് പോവുകയും ചെയ്തു. ആ അഭിഷേകത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കട്ടെ. ആ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ 2033 എന്ന മഹാജൂബിലിയിലേക്ക് സഭ മുന്നേറുമ്പോൾ, അടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും, എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുന്ന, പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകാനുള്ളതായ അഭിഷേകം ലഭിക്കുമാറാകട്ടെ. ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.